ഗുഡ് മോർണിംഗ്. കട്ടൻ ചായ 147 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങൾ തരുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും നന്ദി പറയുന്നു. നിങ്ങൾ തന്ന സബ്സ്ക്രൈബേഴ്സ് 3627 പേർ ആയി. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരു കപ്പ് കട്ടൻ ചായ ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന ചേരുവകൾ: കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. സ്റ്റാർട്ട്. ചായ ഉണ്ടാക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഇത് മൊത്തത്തിൽ നിന്ന് കണ്ടതിന് ശേഷം അതിനെപ്പറ്റി വിശദമായിട്ട് പറയും. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നിന്ന് കാണുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചായ ഇല, തേയിലയാണത്. ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡ്, അതിൻ്റെ തേയിലയാണത്. ഇത് ലീഫ് ആണത്. ലീഫ് എടുത്തിട്ട് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഏലക്ക, അതിൻ്റെ അപ്പുറത്ത് കറുവാപ്പട്ട, അടുത്തതായി കാണുന്നത് കറുവാപ്പട്ടയും ഏലക്കയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, അതായത് പഞ്ചസാര രഹിത മധുരം. അതിൻ്റെ 2 സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കപ്പാണ്, ഇതിനുള്ള ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള കപ്പ്. ഇതൊരു ഫിൽറ്ററിങ് സിസ്റ്റമാണ്, ഫിൽറ്റർ ചെയ്യാനുള്ള സിസ്റ്റമാണ്. ഇത് 2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ അതുകൊണ്ട് 2 ഗ്ലാസ് ചായ ഉണ്ടാക്കും, കട്ടൻ ചായ. അപ്പോൾ ആ ചായ ഉണ്ടാക്കുന്ന പാത്രം ആ ചെരുവനാണ്. ആ ചെരുവത്തിലേക്ക് നമ്മൾ ഓരോ ഗ്ലാസ്സും ഒഴിക്കുകയാണ്. ആദ്യത്തെ ഗ്ലാസ് ഒഴിച്ചു, രണ്ടാമത്തെ ഗ്ലാസ്സും കൂടെ ഒഴിക്കുന്നു. അപ്പോൾ 2 ഗ്ലാസ് ചായയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, കട്ടൻ ചായ. പാലൊഴിച്ച ചായയല്ല, ബ്ലാക്ക് ടീ ആണ് ഉപയോഗിക്കുന്നത്, ബ്ലാക്ക് ടീ. ഇത് ഇൻഡക്ഷൻ കുക്കറാണ്. അതിലേക്ക് നമുക്ക് ഈ പാത്രം അടുത്തതിലേക്ക് വെച്ചു. അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. അതിനുശേഷം അത് 60 എന്ന് കാണിക്കുന്നത്. ഇത് 58 ആകുന്നവരെ നമ്മൾ അതിൻ്റെ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കണം. 58 ആകുന്ന പറഞ്ഞാൽ 2 മിനിറ്റ്. ഈ 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വർത്താനം പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഇൻഗ്രീഡിയൻസ് ഇടേണ്ടത് കറുവാപ്പട്ടയും ഏലക്കയുമാണ്. അതിട്ട് നമ്മൾ ഇനി തിളയ്ക്കുന്നവരെ വർത്താനം പറയാം. ഇത്രയും അതിൻ്റെ അകത്ത് എനിക്ക് ഇനി പറയാനുള്ളത്, ഇന്ന് ഞാൻ ജൂലൈ 6-ാം തീയതി ചെയ്യേണ്ട പ്രോഗ്രാമായിരുന്നു ഇത്. അത് ഇടയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അത് നീണ്ടുപോയി ഇടാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ വചനമൊക്കെ വായിക്കുന്നത് ജൂലൈ 6-ാം തീയതിയിലെ ഇതായിരിക്കും. ഡെയിലി ബ്ലെസ്സിങ് അനുസരിച്ചുള്ള വചനങ്ങളായിരിക്കും വായിക്കുന്നത്. പിന്നെ നമ്മുടെ കർണാടകയിൽ നടന്ന ദാരുണ സംഭവത്തിൽ വളരെയധികം ദുഃഖിക്കുന്നു. അർജുൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതിനായി പ്രാർത്ഥിക്കുന്നുമുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആവശ്യമുള്ളവർ ഒരു ഇമോജി ഇട്ടാൽ മതി. എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കടിയിൽ ഒരു ഇമോജി ഇടുക. ഇമോജി ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ കണ്ട് മനസ്സിലാക്കി നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. അത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും അല്ലാതെ പഴയ ആൾക്കാർക്കല്ല, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ചാനൽ നടത്തുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഓഫർ. ചാനൽ ഇല്ലാത്തവർക്ക് സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല. ഇപ്പം വെള്ളം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യേണ്ട സമയമായി. 58 സ്വിച്ച് ഓഫ് ചെയ്തു. 2 മിനിറ്റ് കൊണ്ട് തിളച്ച് വരും. ഇനി ഇതിലേക്ക് നമുക്ക് തേയില ഇടണം. അതായത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് തേയില ഇടണം എന്നാണ് എൻ്റെ നിയമം. അപ്പോൾ അതിട്ട് ഇനി അതിന് നമുക്ക് കുറച്ച് സമയത്തേക്ക് വെച്ചുകൊണ്ടിരിക്കണം. 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് വേണം ഇതെടുക്കാനായിട്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം വെച്ചുകൊണ്ടിരുന്നാണ് ഇതെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇനി ഫിൽറ്റർ ചെയ്യണം. ഫിൽറ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ പഞ്ചസാര രഹിത മധുരം ഇടണം. ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഇട്ടാലും കുഴപ്പമില്ല. ഫിൽറ്റർ ചെയ്തു.
അത് 2 ഗ്ലാസ് ചായ ഉണ്ട്. ഇതിലേക്ക് 2 ഗ്ലാസ് ചായക്ക് വേണ്ട മധുരം ഇടണം. ഇത് പഞ്ചസാരയല്ല, പഞ്ചസാര രഹിത മധുരമാണ്. അത് അതിലേക്ക് ഇട്ടു. സ്വല്പം അതിൽ മൂട്ടിൽ പറ്റി പിടിച്ചൊക്കെ ഇരിക്കും. അതുകൊണ്ടൊന്ന് തൂത്ത് തുടച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം. നേരത്തെ എടുത്തങ്ങ് വെച്ചുകൊണ്ടാണ് അത് അങ്ങനെ വെച്ചത്. ഒന്ന് ഇളക്കി എടുക്കുകയാണ്. ഇനി അത് നമുക്ക് കപ്പിലേക്ക് പകരുക. കപ്പ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കപ്പോട് വെച്ചിട്ടുണ്ട്. കപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് കപ്പിലേക്ക് അത് പകരുന്നു. 1 കപ്പ് ചായ എടുക്കുന്നു. ഈ ചായ ഈ മുറിയിൽ നിന്ന്, ഇത് അടുക്കളയാണ്, അടുക്കളയിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചത്. ഒരു ഡെസ്ക്കാണ്. ആ ഡെസ്കിൻ്റെ പുറത്ത് മേശയുടെ പുറത്ത് കൊണ്ട് വെച്ചു. ഇനി നമ്മൾ വചനം വായിക്കുന്നതിന് വേണ്ടിയിട്ട് ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. ബൈബിൾ ഇതിൻ്റെ അടുത്തുകൊണ്ട് വെച്ചു. ഈ ബൈബിളിൽ നമുക്ക് വചനം വായിക്കുന്നതിന് ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഫാദർ മാത്യു വയലാമണ്ണിലച്ഛൻ്റെ പ്രോഗ്രാമിൽ നിന്നാണ്. അത് ജൂലൈ 6-ാം തീയതിയിലെ പ്രോഗ്രാമാണ്. അതിൻ്റെ വചനം റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 18, 19, 20, 21, 22, 23, 24, 25 എന്നീ തിരുവചനങ്ങളാണ്. അത് ബൈബിളിൽ ഞാനതെടുത്ത് നിങ്ങളെ കാണിക്കുന്നു. 4-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വായിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് നോക്കി ഞാൻ വായിക്കാം. റോമാക്കാർക്കെഴുതിയ ലേഖനം അധ്യായം 4, 18 മുതൽ അതിനുള്ള തിരുവചനങ്ങൾ. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടിരുന്നതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെപ്പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. 21 മുതലുള്ള വചനം. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. അവന് അത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മെ സംബന്ധിച്ചു കൂടിയാണ്. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.